ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശിയും നയനയും കൂടി ഗോവിന്ദനെയും കനകനെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നത്. ആദർശ് കയറി വരുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അച്ഛനും അമ്മയും വന്നതിന് ശേഷമാണ് ചന്തുമോളെ പറ്റിയൊക്കെ അറിഞ്ഞത്. അതിൻ്റെ വിഷമത്തിൽ അവരിങ്ങനെ നിൽക്കുമായിരുന്നു, അവരെ ഞാൻ ആശ്വസിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് വലിയ മറുപടികളൊന്നും പറയുന്നില്ല. നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. അവർ അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമത്തിൽ ഇങ്ങനെ വിങ്ങിക്കരയുന്നുണ്ട് കേട്ടോ കനക. ഏതായാലും ആദർശ് അകത്തോട്ട് കയറി ചെല്ലുന്നത് അജയനൊക്കെ ചോദിക്കുന്നുണ്ട്, എടാ നീ എവിടെ പോയതായിരുന്നു, നീ എന്താ മാറി നിന്നത് എന്ന് ചോദിക്കും. അന്നേരം ആദർശ് നല്ല കട്ട കലിപ്പിലാണല്ലോ. അന്നേരം നന്നായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അബിയെ. അപ്പോൾ അബി ഇങ്ങനെ പരുങ്ങുകയാണ്. അന്നേരം അബി ഇങ്ങനെ ചെറിയൊരു സംശയം പോലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയും, ഞാൻ ഇങ്ങോട്ട് മാറിയതൊന്നുമല്ല, വേറൊരാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടുന്ന് മാറിയത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അബിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. അന്നേരം അബീനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് ആദർശ് ഇങ്ങനെ അകത്തേക്ക് നയനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കയറി പോകുന്നത്. പോയി കഴിയുമ്പോഴേക്കും നവ്യ അബിയോട് ചോദിക്കും, അയാൾ എന്താ അങ്ങനെ നോക്കിയിട്ട് പോയതെന്ന്. അന്നേരം എനിക്കറിയത്തില്ല എന്ന് അബി പറയുന്നുണ്ട്. ഏതായാലും ആദർശ് നയനയായിട്ട് ഇങ്ങനെ കയറി ചെല്ലുന്നു. മുത്തശ്ശൻ്റെ അടുത്തോട്ടാട്ടോ. മുത്തശ്ശൻ്റെ അടുത്ത് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ ഞാൻ ഇവിടുന്ന് മാറി നിന്നതാണെന്നായിരിക്കും എല്ലാവരും ഇങ്ങനെ കരുതിയേക്കുന്നത്. അതിനൊക്കെ പല കാരണങ്ങളും പലരും വിളിച്ചു പറഞ്ഞു കാണും. പക്ഷെ ഞാൻ അതിനൊന്നുമല്ല ഇവിടുന്ന് പോയത്. ഞാൻ കിരണിൻ്റെ അടുത്തേക്കാണ് പോയത്. കിരണിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ചന്തുമോളുടെ അച്ഛൻ ആരാണ് എന്നറിയാൻ. അതിൻ്റെ റിസൾട്ട് വന്നു, ഞാനല്ല ചന്തുമോളുടെ അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്, അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അന്ന് ആ സംഭവം അവിടെ നടന്നപ്പോൾ തന്നെ എനിക്ക് നീ അല്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയാണ്, എങ്കിൽ അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം പറയാം, ആ കുട്ടിയുടെ അച്ഛൻ അബിയാണെന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ കൂളായിട്ടിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിലും എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അവനായിരിക്കും ഈ നാടകത്തിൻ്റെ എല്ലാം പിന്നിലെന്ന് ഞാൻ തന്നെ ഉറപ്പിച്ചിരിക്കുന്നതാണ്. അവനല്ലാതെ വേറെ ആർക്കും ഇത്രയും ക്രൂരത ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ എല്ലാവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്നത്തോടു കൂടി അവൻ്റെ അഹങ്കാരം തീർക്കണം എന്ന് പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നീ അങ്ങനെ ചാടിക്കയറിയൊന്നും വിളിച്ച് പറയരുത്. കാരണം അന്ന് നീ ഈ ഒരു കാര്യം ഏറ്റതുകൊണ്ടാണ് ചന്തുമോൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതല്ല ചന്തുമോളുടെ അച്ഛൻ ഇനിയിപ്പം അവനാണ് എന്നെല്ലാവരും അറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവൻ ഉറപ്പായിട്ട് ആ കുഞ്ഞിനെ കൊന്നേനെ, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചേനെ. അവനാണ് അനഘയോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തത് എന്നിങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇപ്പോൾ നീ ഇത് പുറത്ത് പറയരുത് എന്ന് പറയും. അപ്പോഴേക്കും നയന, അതേ ആദർശേട്ടൻ ഇതിപ്പോൾ പുറത്ത് പറയരുത്. അച്ഛനും അമ്മയും നവ്യേച്ചിയൊക്കെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്. നവ്യേച്ചി ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തിരിച്ചു പോകും. അന്നേരത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഭയങ്കര സങ്കടവും കേട്ടോ. അതുകൊണ്ട് ആദർശ് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് തെറ്റ് ചെയ്യാതെ വെറുതെ അവൻ ചെയ്ത ആ തെറ്റെൻ്റെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്, അതിനാവശ്യമില്ല എന്ന് പറയും. നേരെ മുത്തശ്ശൻ പിന്നെയും ഇങ്ങനെ ഉപദേശിക്കും കേട്ടോ. നേരെ ആദർശ് പറയുന്നുണ്ട്, ഇത്രയും നാളും മുത്തശ്ശൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും അനുസരിക്കും. പക്ഷേ ഇത് മാത്രം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിത് എല്ലാവരോടും പറയും എന്നിങ്ങനെ പറയും കേട്ടോ. നേരെ നയന, വേണ്ട ആദർശേട്ടന് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ആദർശേട്ടൻ ഇതെല്ലാം തുറന്നു പറഞ്ഞാലും ആ കുഞ്ഞിൻ്റെ അച്ഛനാകാനൊന്നും അബിയെ കിട്ടത്തില്ല. അവൻ ആ കുഞ്ഞിനെ കാണുന്നത് ദേഷ്യമാണ്, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇതൊന്നും പുറത്തു വരരുത്. ആ കുട്ടിയുടെ അമ്മയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നേരെ ആദർശ് ഇങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ നീ വേദനിപ്പിക്കരുത്, അതിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഞാൻ ചെയ്തോളാം. പക്ഷേ സത്യം എല്ലാവരും അറിയണം, ഞാനിത് എല്ലാവരോടും പറയാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അങ്ങ് ഇരിക്കും. അപ്പോൾ രണ്ടുപേരോട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടി വരും. എന്താ മുത്തശ്ശ, എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും പറയുവാണ്, ഇത്രയും കാലം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ അനുസരിച്ചിരുന്നു, അതുപോലെ ഇതും അനുസരിക്കണം. മോൻ ഇതൊന്നും ഇപ്പം പോയി ആരോടും പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തുമോളെ അവൻ ചിലപ്പോൾ ജീവനോടെ വെച്ചേക്കില്ല. ആ കുട്ടി ഞങ്ങൾക്കൊരു ആശ്വാസമാണ്. അതുകൊണ്ട് മോൻ ഈ ഒരു കാര്യം അനുസരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നയന, ശരി ആദർശേട്ടൻ്റെ നിരപരാധിത്വം ഞങ്ങൾക്കറിയാലോ, പിന്നെന്താ കുഴപ്പം, ആദർശേട്ടൻ ഇത് പോയി പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനയും കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഏതായാലും ആദർശ് ലാസ്റ്റ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനിത് മറച്ചു വെക്കാം, പക്ഷേ എനിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. മറ്റൊരാൾ ചെയ്ത് തെറ്റെൻ്റെ തലയിൽ കൊണ്ടിങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്
ആദർശ് ഇങ്ങനെ എഴുന്നേറ്റ് പോകാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോകണോ എന്ന്. അന്നേരം വേണമെങ്കിൽ ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തിക്കോളാം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ആദർശ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശൻ. പിന്നെ കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയും ഒക്കെ തന്നെയാണ്. അന്നേരം നവ്യ അവിടെ നിന്ന് ഇങ്ങനെ പറയാണ്, ഇത്രയും കാലം അയാൾ തല ഉയർത്തി പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് സാധിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടുന്ന് മാറി നിന്നത്. ഇവിടെ വന്നതിന് ശേഷം മുറിയിലേക്ക് ഇങ്ങനെ ഒളിച്ചോടിയത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അതിനെ സപ്പോർട്ട് ചെയ്തിങ്ങനെ ജലജ പറയും, അതിനുവേണ്ടി തന്നെ അവൻ മാറി നിന്നത്. അവൻ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും ആദർശ് നയനയുടെ അങ്ങോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് കഴിയുമ്പോഴേക്കും ആദർശിനെ ഇങ്ങനെ കാണുമ്പോൾ അഭിക്ക് എന്തോ ഭയങ്കര ഇങ്ങനെ ടെൻഷനുണ്ട് കേട്ടോ. ആദർശ് നേരത്തെ പോലെ അല്ലല്ലോ, ഇത്തിരി ദേഷ്യത്തോടെ തല ഉയർത്തി പിടിച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ഭാവം ആദർശിൻ്റെ മുഖത്തുണ്ട്. നേരത്തെ ഒരു പരിങ്ങലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഇല്ല, അതുകൊണ്ടാവാം. ഏതായാലും ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവിടുന്ന് മാറി നിന്നത്? ഇന്നിവിടെ കാണേണ്ടതല്ലേ, ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി മാറി നിന്നതാണ് എന്ന് പറയുക കേട്ടോ. അപ്പോഴേക്ക് ഗോവിന്ദനാണ് പെട്ടെന്ന് ചാടി എഴുന്നേക്കും. എന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, ആദർശ് ഒന്നിങ്ങി വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയന, ആ അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അത് പോരാ, എനിക്ക് ആദർശനോട് സംസാരിക്കണം എന്ന് പറയും. അവർ പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും കനക നയനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ കരയുക. എന്നാലും ആദർശമോൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു തെറ്റുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോളെ എന്നിങ്ങനെ പറഞ്ഞ് ഭയങ്കര വിങ്ങിപ്പൊട്ടി ഇങ്ങനെ കരച്ചിലാണ്. ഇത് കാണുന്ന ജാനകി പറയുന്നുണ്ട്, ഞങ്ങളും പ്രതീക്ഷിച്ചൊന്നുമില്ല അവൻ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന അനി പറയുന്നുണ്ട്, അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്, ആദർശൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, പിന്നെ അവൻ എന്താ അത് നിഷേധിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അജയൻ പറയും, അങ്ങനെ നിഷേധിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം കാണും എന്ന് പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, ഓ എന്ത് കാരണം ഇത്രയും കാലം എല്ലാവരും എൻ്റെ മോൻ അഭിയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്, അവൻ പെണ്ണുപിടിയനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ അവൻ പോലും ചെയ്യാത്ത കാര്യമല്ലേ ആദർശ ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ആർക്കും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ മാന്യമായിട്ട് നന്മപരമായിട്ട് നമ്മുടെ നയനെ അവിടെ നിൽപ്പുണ്ടേ. ആകെ ഇങ്ങനെ വിഷമമായിട്ടോ ദേവയാനിക്കും. ജയനും ഒന്നും ആരോടും ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. എല്ലാവരും പറയുന്നത് കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഗോവിന്ദൻ ഇങ്ങനെ ആദർശനോട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോൻ എന്തിനാ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് എൻ്റെ മകളെ ഇങ്ങനെ വിവാഹം കഴിച്ചത്? നയനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല വിവാഹം കഴിച്ചത്, എങ്കിലും നയനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നവ്യനെ വിവാഹം ആലോചിച്ച് മോൻ അവിടെ വന്നിരുന്നു. ആ സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ, വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശം ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും നയനെ അങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ആദർശേട്ടനെ ചന്തുമോളുടെ കാര്യം പറഞ്ഞിങ്ങനെ അച്ഛൻ കുറ്റപ്പെടുത്തരുത്. കാരണം എന്നോടാണ് ആദർശേട്ടൻ ആദ്യം ഈ കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നത്. എന്നോട് ആദർശേട്ടൻ ഇങ്ങനെ വന്നെല്ലാം തുറന്ന് പറഞ്ഞു, എനിക്കൊരു തെറ്റുപറ്റി, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്ന ആളെ നമ്മൾ ഇനി ഒരിക്കലും ക്രൂശിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ചന്തുമോളുടെ പേരിൽ ആദർശേട്ടനെ ഇനി ഒന്നും പറയരുത് അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നയനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ വീട്ടിൽ നന്മയുടെ പേര് പറഞ്ഞ് ഏറ്റവും കൂടുതൽ നുണ പറയുകയും ചെയ്യുന്നത് നമ്മുടെ നയന തന്നെയാണ്. ഏതായാലും നയന ഗോവിന്ദനോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആ കുട്ടിയെ എൻ്റെ സ്വന്തം മകളായി തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇനി എൻ്റെ മകളായിട്ട് അവൾ വളരും, അവൾക്കൊരു അച്ഛനും ഉണ്ട് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ അച്ഛൻ ആദർശാണ്, പക്ഷേ നീ അതിൻ്റെ അമ്മയല്ല, നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇതൊക്കെ സഹിക്കാനും നിന്നെ പോലെ ഒരു പെണ്ണിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്ത് വേറെ ഒരു പെണ്ണിന് ഇത്രയൊന്നും സഹിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്തായാലും എൻ്റെ ഈ മോളോട് ഇത്രയൊക്കെ ചെയ്തത് മോശമായിപ്പോയി, വേണ്ടിയിരുന്നില്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആദർശിനെ ഒന്നുകൂടി ഒന്ന് കുറ്റപ്പെടുത്തിയിട്ട് ഗോവിന്ദനകത്തോട്ട് കയറി പോകുമ്പോൾ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് ആദർശ്. അന്നേരം നയന് ആദർശേട്ടൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇറങ്ങിപ്പോകും, അങ്ങനെ അവരുടെ ജീവിതം ഇല്ലാതാകും. അതുകൊണ്ട് ആദർശേട്ടൻ ഈശ്വരനെ വിചാരിച്ച് ഒന്നും പറയരുത്. ഞാനിതെല്ലാം കേട്ടിട്ടും സഹിച്ചില്ലേ, ആദർശേട്ടൻ്റെ കൂടെ നിന്നില്ലേ, പിന്നെ എന്തിനാ ആദർശേട്ടൻ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നയനയാണെങ്കിൽ അകത്തോട്ട് കയറി പോവുകയാണ്. പിന്നെ നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ്റെ റൂമിൽ വന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ്, ആദർശിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്, അവനാകെ വിഷമമാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ വിളിച്ച് പറയാമായിരുന്നു, അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താ നിങ്ങൾ പറഞ്ഞത്? അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ ഒളിവും മറവും ഒന്നുമില്ല എന്നറിയാമല്ലോ. ഏതായാലും ആദർശ് ഇന്നിവിടുന്ന് മാറി നിന്നത് എല്ലാവരും ഭയപ്പെട്ട്
മറ്റിട്ടൊന്നുമല്ല, അവൻ ആ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്നറിയാനുള്ള ആ ടെസ്റ്റിന് വേണ്ടി ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങാനായിട്ട് പോയതായിരുന്നു. അബിയാണ് ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അവൻ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന അങ്ങോട്ട് വരും. അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്, മോളുടെ അച്ഛനമ്മയ്ക്ക് ആകെ വിഷമമായി കാണൂലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ, അവർ ഒരുപാട് സങ്കടപ്പെട്ട ഇവിടുന്ന് പോയത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അബി അവൻ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ടും ഞാൻ ഇവിടെ സഹിച്ചു നിൽക്കുന്നത് ചന്തുമോളെ ഓർത്താണ്. അവനൊരു പുതിയ ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇനി അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടതാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അത് സാധിക്കില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. അവനെ ഈ കുടുംബത്തിൻ്റെ ട്രസ്റ്റിയിൽ നിന്ന് പോലും പുറത്താക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോഴല്ല, ആദർശനോട് ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് ഞാൻ അത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും നയന പറയാണ്, അവരിവിടുന്ന് പോയി ആകെ വിഷമിച്ചാണ് പോയത്. ഇങ്ങനെ ഒരു കാര്യം കേട്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാനുള്ള മനസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ആകെപ്പാടെ സങ്കടപ്പെട്ടാണ് പോയത്. എങ്കിലും സാരമില്ല, അബിയുടെയും ചേച്ചിയുടെയും ജീവിതം നന്നായല്ലോ എന്നോർത്ത് അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷം തല്ലിക്കെടുത്തില്ലല്ലോ. ഇനിയിപ്പോൾ ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ അച്ഛനാകെ സങ്കടമാകും. അബി ഇപ്പോഴും പഴയതുപോലെ തന്നെയാണല്ലോ എന്നോർത്ത്. അതുകൊണ്ട് ഞാൻ പിന്നീടെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ശരിക്കും അബിനെ കരണടിച്ച് പൊട്ടിക്കുകയോ ചെയ്യണ്ടേ, ഇതൊക്കെ കാണിച്ചു വെച്ച എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടേ. ഏതായാലും ഈ സമയം ആകെ ടെൻഷനോടെ ആദർശ് വീട്ടിലുണ്ട്. ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഇനി എന്തൊക്കെയാകും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.